തിരുവോണത്തിന് 2 നാൾ മാത്രം ബാക്കി നിൽക്കെ നാടും നഗരവും ആഘോഷ ലഹരിയിലാണ്. ആവശ്യ സാധനങ്ങളെല്ലാം സമാഹരിക്കുന്നതിനായുള്ള അവസാനത്തെ ഒരുക്കത്തിലാണ് മലയാളികൾ. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനും ചേരുന്നുണ്ട്. ആദ്യം പ്രശാന്തിലേക്കാണ് പോകുന്നത്. പ്രശാന്ത്, എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? വിഷ്ണു, ഓണം ആരംഭിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ മലയാളികൾ ഉത്രാടപ്പാച്ചിലേക്ക് കടക്കും. അതിനു മുന്നോടിയായി ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയിലാണ്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഓണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഈ പഴവങ്ങാടിയും കിഴക്കേക്കോട്ടയും അടക്കമുള്ള തിരുവനന്തപുരത്തിൻ്റെ നഗരഹൃദയങ്ങളടക്കം വലിയ തിരക്ക് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാനവട്ട ഒരുക്കം, അതായത് ഓണത്തെ വരവേൽക്കുവാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. എല്ലാ സാധനങ്ങളും സാമഗ്രികളും എല്ലാം ഒരുക്കിക്കൊണ്ടുവന്ന് ശേഖരിച്ച് വയ്ക്കാനും പിന്നീട് നാളത്തെ ഒരു തിരക്ക് കൂടിയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും നാടും നഗരവും ഒന്നാകെ ഒരുങ്ങുന്നൊരു കാഴ്ച ആണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. എല്ലാവരും ഈ അവസാനവട്ട ഒരുക്കം, അതായത് ഈ സാധനങ്ങൾ വാങ്ങാനായാലും ശരി, തുണിത്തരങ്ങൾ വാങ്ങാനായാലും ശരി, അങ്ങനെ എല്ലാം അവസാനവട്ടം ഒരുക്കങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പൂരാടമാണ്. പുരാടത്തിൻ്റെ അതായിട്ടുള്ള തിരക്കുകളെല്ലാം നമുക്ക് ഈ നാട്ടിലും നഗരങ്ങളിലും എല്ലാം കാണാൻ കഴിയും. ഈ ഭാഗത്തെല്ലാം ചെറുകിട കച്ചവടക്കാരുണ്ട്, അതോടൊപ്പം തന്നെ പുഷ്പ കച്ചവടം നടത്തുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരും ഈ ഇവിടെ എല്ലാം നാട് നഗര ഈ സ്ഥലങ്ങളിലെല്ലാം കീഴടക്കുകയാണ്. അങ്ങനെ നമുക്കൊരു വലിയ ഒരു കൂട്ടത്തെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ ഈ പഴവങ്ങാടി ഭാഗത്ത്, അതോടൊപ്പം തന്നെ കിഴക്കേക്കോട്ട ഭാഗം, അതോടൊപ്പം തന്നെ ഈ ചാല മാർക്കറ്റ്, ഇങ്ങനെ വിവിധ സ്ഥലങ്ങൾ, എല്ലാ സ്ഥലങ്ങളിലും ഓരോ ജനങ്ങൾ കൂട്ടമായി എത്തുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഈ ഓൺലൈൻ വിപണനത്തിൻ്റെയും വിൽപ്പനയുടെയും ഒക്കെ കാലം കൂടിയാണ്. ആ കാലത്തും വലിയ തിരക്ക് ഈ തെരുവുകളിൽ കാണാൻ കഴിയുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും എടുത്തു പറയാൻ കഴിയുന്നത്. വിവിധ സ്ഥലങ്ങൾ, അതായത് തെരുവ് കച്ചവടക്കാർ അടക്കം നിരത്തുകളിൽ ഇങ്ങനെ നിരവധി പേർ തെരുവ് കച്ചവടക്കാരടക്കമുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്നാകെ നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ചേച്ചി, എങ്ങനെ ഹാപ്പി ഓണം? ഹാപ്പി ഓണം. എവിടം വരെയായി ഓണത്തിരക്കുകളൊക്കെ? ഓണത്തിരക്കുകളൊക്കെ എത്തി. എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു. പിന്നെ ഇവിടുത്തെ തിരുവനന്തപുരം തന്നെയാണോ? തന്നെ കരമന. ഏതൊക്കെ എന്താ ഇത്തവണത്തെ ഓണത്തിന്റെ സ്പെഷ്യൽ പായസം? അങ്ങനെ ഇല്ല, എല്ലാ പായസം വയ്ക്കും. ഹാപ്പി ഓണം എല്ലാവർക്കും. അങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ വാങ്ങുകയാണ്. അതിന്റെ തിരക്കിലൊക്കെ തന്നെയാണ് ആളുകൾ എല്ലാവരും ഉള്ളത്. തിരുവനന്തപുരം ചേച്ചി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം നന്നായിട്ട് പോണു. വാങ്ങിച്ചു? വാങ്ങി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് മങ്കാട്ടേട തിരുമല എല്ലാം വാങ്ങി. ആർക്കേന്നാണ് വാങ്ങിയത്. തിരക്ക് നല്ലതായിട്ടുണ്ട്. ഇനിയേ വരുള്ളൂ. 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേനെ തിരക്കാവും. വിഷ്ണു, അത് തന്നെയാണ്, തിരക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിയോട് കൂടി ആകുമ്പോഴേക്കും ഈ വലിയ തിരക്ക്, ഇതിനേക്കാൾ കൂടുതൽ തിരക്കിലേക്ക് നഗരം എത്തും. മാത്രമല്ല, തിരുവനന്തപുരത്ത് അലങ്കാര ദീപങ്ങളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ഓണം വാരാഘോഷത്തിന് തുടക്കമായിരിക്കുന്നു. അങ്ങനെ പുറത്തു നിന്നുള്ളവർ, തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു നിന്നുള്ള അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നൊരു കാഴ്ചയുമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മാർക്കറ്റ് അടക്കമുള്ള അവിടെ നിന്നും പച്ചക്കറി ആയാലും ശരി, പച്ചക്കറികളായാലും ശരി, തുണിത്തരങ്ങളായാലും ശരി, ഇതെല്ലാം വാങ്ങുന്നതിന് അവസാനവട്ട ഒരുക്കം എന്ന നിലയിലേക്ക് ഈ ആളുകൾ എത്തുന്നു, മലയാളികൾ എത്തുന്നു. അങ്ങനെ ഒരു ഓണം കൂടി വന്നിരിക്കുകയാണ്, ഒരു ഓണക്കാലം കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങ് മലയാളികൾ ഒന്നാകെ ഇവിടെ ഈ ഓണത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അങ്ങനെ ഓരോരുത്തരും ഇവിടെ ഈ ഇങ്ങനെ ആ തിരക്കുകളിലേക്ക് കടക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കച്ചവടക്കാരടക്കം നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് വലിയ കച്ചവടം നടക്കുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സ്ട്രോങ് ആയില്ല. ആളുകളൊക്കെ വരുന്നുണ്ടല്ലേ? ആൾക്കാരെല്ലാം വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണോ? ഇപ്രാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത് തന്നെയാണ്, കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ആളുകൾ കൂട്ടമായിട്ട് തെരുവുകളിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ കച്ചവട സാധനങ്ങൾ വാങ്ങുന്നു. അതോടൊപ്പം തന്നെ ഓണ സാധനങ്ങളെല്ലാം ഒരുക്കുന്ന ഒരു അവസാനവട്ട ഒരുക്കം എന്നതൊക്കെ നമ്മൾ പറയില്ല. ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുമെങ്കിൽ പോലും ഇന്ന് പോരാടമാണ് എങ്കിൽ പോലും ആ തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ 6 മണിയോട് കൂടി അടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ തിരക്കായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഓണത്തെ വരവേൽക്കുവാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ, അതിൻ്റെ ചിട്ടവട്ടങ്ങളായിക്കോട്ടെ, അത് മറ്റ് സാമഗ്രികളിലെല്ലാം ഒരുക്കുന്നതിനെല്ലാം ഉള്ള അവസാനവട്ട ഒരുക്കം അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലുമൊക്കെ നമുക്കിങ്ങനെ വലിയ തിരക്കുകൾ കാണാൻ കഴിയും. എല്ലാവരും
അത് യുവജനങ്ങളായാലും ശരി, വനിതകളായാലും ശരി, അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങൾ ഈ രാജവീഥികൾ കീഴടക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതുതന്നെയാണ് ഏറ്റവും മനോഹരമായ അനുഭവം, കാഴ്ച എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നിരവധി ആളുകളാണ് ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നത് തിരുവനന്തപുരത്തിൻ്റെ പല സ്ഥലങ്ങളിലും. അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്നു എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. കാരണം മോഷ്ടാക്കളടക്കം എത്താനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം. അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സുരക്ഷയും പോലീസ് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹലോ, ഓണം എവിടം വരെയായി? ഓണം അടുത്തെത്തി. നാളെ ആകുമ്പോൾ ഓണം ഓക്കെയാ. എല്ലാം സൂപ്പറായിട്ട് പോയിട്ടിരിക്കുന്നു. ഒരുവിധം സാധനങ്ങളൊക്കെ അടുപ്പിച്ചു എല്ലാം പർച്ചേസ് ചെയ്തു. ഇനി എന്തൊക്കെയാണ് വാങ്ങാനുള്ളത്? ഇനി ഫുഡ് കഴിക്കണം, വിശക്കണം. അപ്പൊ രാവിലെ ഇറങ്ങിയാണോ? അതെ. ഇനി എന്തൊക്കെയാണ് അടുപ്പിക്കാനുള്ളത്, അതായത് വാങ്ങാനുള്ളത്? ഇനി അത്തത്തിന് പൂവ് മേടിക്കണം, സദ്യക്ക് മലക്കറി മേടിക്കണം, പായസത്തിന്റെ സാധനങ്ങൾ മേടിക്കണം. അപ്പൊ ഓണം ഫിനിഷായി. ഏതാ പായസം ഈ വർഷത്തെ? പരിപ്പ് പായസം. 3 പായസം വയ്ക്കും. ശരി, ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. അങ്ങനെ ഓരോ മലയാളികളും ഇങ്ങനെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഒരുക്കങ്ങൾ, ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നു. സാധിക്കുന്നത് വീണ്ടും ഒരു മനോഹരമായ ഒരു ഓണക്കാലത്തെ വരവേൽക്കാനായിട്ടുള്ളൊരു ഓട്ടപ്പാച്ചിലിൽ തന്നെയാണ് മലയാളികളുള്ളത്. ഇനി